ബെന്നറ്റിലെ വക്കീല് കണ്ടോ? അതെ. ആദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടില്ലേ? താങ്ക് യു. കുറച്ചുകൂടെ പക്ഷെ സീൻ അത്രേ ഉള്ളൂ. ആ കുറച്ചുകൂടെ പ്രതീക്ഷിക്കാൻ ഈ ഫിലിമിൽ നമുക്കുള്ള സീൻസിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവില് വെഞ്ഞാറമൂട് സുരാജേട്ടൻ ഒറ്റ സിനിമയെ ചെയ്തോളൂ, ഒറ്റ സീനേ ചെയ്തോളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോയി അല്ലേ? പക്ഷെ ആ സിനിമ അതിനില്ല, അത് വ്യത്യസ്തമായ രീതിയിൽ. എന്തായാലും ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സിനിമ കൺവെൻഷണൽ ഫിലിം അല്ല, വ്യത്യസ്തമായ പ്രമേയം വ്യത്യസ്ത രീതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ലാലട്ടൻ്റെയും അല്ലെങ്കിൽ ഓരോ ആർട്ടിസ്റ്റുകളെ എടുക്കുമ്പോൾ ഇതെല്ലാം കൺവെൻഷണൽ ടൈപ്പിലും അവരുടെ രീതിയിൽ പോകും. എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള ആക്ഷനിൽ നമുക്ക് ശരീരം പ്രവർത്തിക്കാം, ഡയലോഗുകൾ ഘോരഘോരം പ്രസംഗിക്കാം. പക്ഷേ മൈൻഡിൻ്റെ ഭ്രമം അല്ലെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് എക്സ്പ്രഷൻസിലൂടെ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം കോട്ടയം നസീർക്കയാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബക്കാരും ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എങ്ങനെയാണ് മനസ്സ് കൈവിട്ടു പോകുന്നതെന്നും മനസ്സ് കൈവിടാതെ മനസ്സിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോകം കീഴടക്കാൻ പറ്റും. അതുകൊണ്ട് മൈൻഡിൻ്റെ കളിയാണ് ഡോക്ടർ ബെന്നറ്റ്. കാണാൻ മറക്കരുത്. മനസ്സാണ് പ്രധാനം. ശരീരത്തെക്കാൾ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ എല്ലാ രോഗങ്ങളും ഭേദമാക്കാം, എല്ലാ പരീക്ഷകളും വിജയിക്കാം, എല്ലാ വിജയങ്ങളും നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്ന സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ്. എൻ്റെ പെർഫോമൻസ്, എൻ്റെ സീൻ എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ട നിങ്ങളും ഹാപ്പി ആയാൽ ഞാൻ വളരെയധികം സന്തോഷം. ലവ് യു. താങ്ക് യു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഡോക്ടർ ബെന്നറ്റ് കണ്ടു. നല്ല മൂവിയാണ്. ഇതുവരെ ഉള്ളൊരു ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടാണ് വന്നിരുന്നത്. മൈൻഡ് റീഡിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു ത്രില്ലർ മൂവി. അതിൽ അഭിനയിച്ചവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കോട്ടയം നസീർ, ഷാജു ശ്രീധർ, ജയകൃഷ്ണൻ, പിന്നെ രജിത് കുമാർ ഒക്കെ ഉണ്ടായിരുന്നു. രജിത് കുമാർ അഡ്വക്കേറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതുവരെ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോളാണ്. മൊത്തത്തിൽ പടം കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റും. അപ്പോൾ സയന്റിഫിക് ടോപ്പിക് രജികുമാർ ആ അഡ്വക്കേറ്റാണ് നായികയും വന്നത്. അങ്ങോട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കും. പുതിയ പുതുമുഖങ്ങളാണ്, നല്ല എക്സ്പേർട്ട് ഉണ്ട്. ടെസ്റ്റ് ചെയ്യാത്ത ടോപ്പിക്കാണ്. ഒരു മെന്റലിസം മോഡൽ മെന്റലിസമാണ്. സിനിമയാണ്, ഒരു മെന്റലിസം സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് എനിക്കും വളരെ സന്തോഷമാണ്. ഞാൻ ഈ പഠിക്കുന്ന ഒരു കഥാപാത്രം ടോണി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നായകൻ്റെ നല്ലൊരു സിനിമയാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ മെന്റലിസം സബ്ജക്റ്റ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കലാകാരന്മാരെ സംസാരിക്കണം. ഫൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഫൈറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്വയം പരിചയപ്പെടും. ഞാൻ അമ്മാവനാണ് കലാപം മണി, അവരുടെ പെങ്ങളുടെ മകനാണ് ഞാൻ. ഞാൻ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 8ാമത്തെ സിനിമയാണ് ഈ പറഞ്ഞ ഈ സിനിമ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ സിനിമ വിജയിപ്പിക്കണം. നല്ലൊരു സിനിമ. നമ്മൾ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നതാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഓരോ ക്യാരക്ടേഴ്സും പിന്നെ നമ്മൾ ലൈഫിൽ നിരന്തരം കണ്ടുവരുന്ന, നമ്മൾ എവിടെയൊക്കെ കണ്ടുമറന്ന മുഖങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്.